So we are going to study about syntax directed translation and intermediate code generation. That is module 4. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ. പിന്നെ സ്റ്റോറേജ് ഓർഗനൈസേഷനും സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസും അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇനി അതിൽ പഠിക്കാനുള്ളത് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷനാണ്, അതുപോലെ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ലാംഗ്വേജ് കൺസ്ട്രക്റ്റുമായിട്ട് ഇൻഫർമേഷൻ അസോസിയേറ്റ് ചെയ്യുന്നത് ആ ലാംഗ്വേജിൽ ആട്രിബ്യൂട്ട്സ് അറ്റാച്ച് ചെയ്തിട്ടാണ്, ബൈ റെപ്രസെൻറ്റിംഗ് ദ കൺസ്ട്രക്റ്റ്. ഓക്കെ, 2 types ഓഫ് നൊട്ടേഷൻസ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസും സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻസും, SDDയും SDTയും. സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ SDD എന്ന് പറഞ്ഞാൽ അത് പല ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസും ഹൈഡ് ചെയ്യും. എന്നിട്ട് ഈ ട്രാൻസ്ലേഷൻ നടക്കുന്ന ഓർഡർ യൂസറിന് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പ്ലിസിറ്റായിട്ട്, അതായത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ട്രാൻസ്ലേഷൻ സ്കീമാണെങ്കിൽ എങ്ങനെയാണ് സെമാൻറ്റിക് റൂൾസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഓർഡർ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് കാണിക്കാനും പറ്റും. അപ്പോൾ SDD എന്ന് പറയുമ്പം സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ, ഇതെന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്യും. എന്നുവെച്ചാൽ എല്ലാ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് അല്ല, ചില ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ ഏത് ഓർഡറിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നതെന്നുള്ളത് യൂസറിൽ നിന്നും ഫ്രീ ആക്കി വയ്ക്കും. അതായത് യൂസറിന് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ, SDT ആണെങ്കിൽ ഏത് ഓർഡറിലാണ് സെമാൻറ്റിക് റൂൾസ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഇംപ്ലിമെൻറ്റേഷൻസ് അത് അലോ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ 2 മെത്തേഡ് എടുക്കുമ്പോഴും നമ്മൾ എന്താണ്, ഇൻപുട്ട് ടോക്കണിനെ നമ്മൾ പാഴ്സ് ചെയ്യും, പാഴ്സ് ട്രീ ഉണ്ടാക്കും. ദെൻ ഈ ട്രീയെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. എന്തിനാണ്? ആ പാഴ്സ് ട്രീ നോട്ട്സിൽ സെമാൻറ്റിക് റൂൾസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാഴ്സ് ട്രീ ട്രാവേഴ്സ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 2 മെത്തേഡാണെങ്കിലും ചെയ്യും. ഇനി ഈ സെമാൻറ്റിക് റൂൾസിൻ്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് കോഡ് ജനറേറ്റ് ചെയ്യും, സിമ്പിൾ ടേബിളിൽ ഒരു ഇൻഫർമേഷൻ സേവ് ചെയ്യും, എറർ മെസ്സേജസ് ഇഷ്യൂ ചെയ്യും, പിന്നെ അതുപോലെ വേറെ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അതായത് സെമാൻറ്റിക് റൂൾസിൻ്റെ ഇവാലുവേഷൻ, ഒരു കോഡ് ജനറേറ്റ് ചെയ്യും, സിമ്പിൾ ടേബിളിൽ ഇൻഫർമേഷൻസ് സേവ് ചെയ്യും, പിന്നെ അതുപോലെ എറർ മെസ്സേജസ് ഇഷ്യൂ ചെയ്യും, അതുപോലെ മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. ഇനി ഒരു SDD എന്ന് പറയുന്നത് ഒരു ഗ്രാമറിൻ്റെ പ്രൊഡക്ഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സെമാൻറ്റിക് റൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ സെമാൻറ്റിക് റൂൾസ് പറയുന്നത് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ വെച്ചിട്ടാണ്. ഓക്കെ, ദാറ്റ് സ്പെസിഫൈസ് ദ വാല്യൂസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ബൈ അസോസിയേറ്റിംഗ് സെമാൻറ്റിക് റൂൾസ് വിത്ത് ദ ഗ്രാമർ പ്രൊഡക്ഷൻ. അതായത് SDD ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ പ്രൊഡക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു സെമാൻറ്റിക് റൂൾ വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ E ഗീവ്സ് E+T, അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓരോ ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ, T എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ കൊടുക്കും. അപ്പോൾ ആ വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണ്, ഓരോ പ്രൊഡക്ഷനും അതിൻ്റെ സെമാൻറ്റിക് റൂൾസ് സ്പെസിഫൈ ചെയ്തിട്ടാണ്. അപ്പോൾ E.value = E.value + T.value. അതേസമയം SDT ആണെങ്കിൽ, സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ, പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ്സിനെ എംബഡ് ചെയ്യും, കോൾഡ് സെമാൻറ്റിക് ആക്ഷൻസ് വിത്തിൻ പ്രൊഡക്ഷൻ ബോഡി. അതായത് E ഗീവ്സ് E1 + T ആണെങ്കിൽ അവിടെ ആ പ്ലസ് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആ സെമാൻറ്റിക് ആക്ഷനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി SDD നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഇപ്പം SDD എന്ന് പറഞ്ഞാൽ ഒരു CFG ആണ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. അതിനോടൊപ്പം ആട്രിബ്യൂട്ട്സും വാല്യൂസും ഉണ്ടാവും. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഗ്രാമർ സിമ്പലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും. ഇനി ആ റൂൾസ് എന്ന് പറയുന്നത്
അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, റൂൾസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻസ്. ഇപ്പോൾ എക്സ് ഒരു സിമ്പൽ ആണെങ്കിൽ എ ഡാഷ് അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് ആണെങ്കിൽ നമുക്ക് എക്സ് ഡോട്ട് എ എന്ന് എഴുതാം, ടു ഡിനോട്ട് ദ വാല്യൂ ഓഫ് എ അറ്റ് എ പർട്ടിക്കുലർ പാർട്സ് ട്രീ നോഡ് ലേബിൾഡ് എക്സ്. അപ്പോൾ അതായത് എക്സ് എന്ന പാർട്സ് ട്രീയിലെ ഒരു നോഡിൻ്റെ വാല്യൂ ആയിരിക്കും എ എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടീസാണ് അസോസിയേറ്റഡ് വിത്ത് ഗ്രാമർ സിമ്പിൾസ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്പർ ആവാം, സ്ട്രിങ്സ് ആവാം, മെമ്മറി ലൊക്കേഷൻസ് ആവാം, ഡേറ്റ ടൈപ്സ് ആവാം. ഇനി ആട്രിബ്യൂട്ട്സിന് എങ്ങനെയാണോ വാല്യൂ കിട്ടുന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഈ ആട്രിബ്യൂട്ട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സും. ഇപ്പോൾ എന്താണ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ്? സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അവർക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്, ആട്രിബ്യൂട്ടിന് അതിൻ്റെ വാല്യൂ കിട്ടുന്നതിന് അതിൻ്റെ ചിൽഡ്രൻ നോഡിൽ നിന്നായിരിക്കും. അതായത് value of synthesized attribute at a node is computed from the values of attributes at a children node in a parse tree. പാർസ് ട്രീയിൽ ഒരു സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ അതിൻ്റെ ചൈൽഡ് നോഡിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എസ് ഗീവ്സ് എ ബി സി. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് എസ് ഡി ഡി ഫോമിലാക്കി, എസ് ഡോട്ട് എ ഇസ് ഈക്വൽ ടു എ ഡോട്ട് എ ബി ഡോട്ട് എ സി ഡോട്ട് എ. അപ്പോൾ എസ് എന്ന് പറയുന്നത് അതിൻ്റെ ചൈൽഡ് നോഡായ എ ബി സി എന്നാണ് വാല്യൂ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. അപ്പോൾ അതായത് എ ബി സിയുടെ വാല്യൂസ് എസ്സിലോട്ട് സിന്തസൈസ് ചെയ്തു. ഇനി ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ ദീസ് ആർ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഇൻഹെറിറ്റ് ദ വാല്യൂസ് ഫ്രം ദ പാരൻറ്റ് ഓർ സിബ്ലിംഗ് നോട്ട്സ്. പാരൻ്റ് അല്ലെങ്കിൽ സിബ്ലിംഗ് നോട്ട്സിൽ നിന്നായിരിക്കും അതിൻ്റെ വാല്യൂ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ഇൻഹെറിറ്റ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എ ഗീവ്സ് ബി സി ഡി. ഇവിടെ നിങ്ങൾക്കറിയാം എ പാരൻറ്റും ബി സി ഡി ചൈൽഡുമാണ്. അപ്പോൾ ഇതിനകത്ത് സി എന്ന് പറയുന്നത് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് എയിൽ നിന്നാണ്. എ എന്ന് പറയുന്നത് അതിൻ്റെ പാരൻറ്റിനോട്. അതുപോലെ സി എന്ന് പറയുന്നത് അതിൻ്റെ ടൈപ്പ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സിബ്ലിങ്ങിൽ നിന്നാണ്, ബി ഡോട്ട് ടൈപ്പ്. മനസ്സിലായോ? അപ്പോൾ അതായത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് അതിൻ്റെ വാല്യൂ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ പാരൻറ്റ് നോഡിൽ നിന്നോ അല്ലെങ്കിൽ സിബ്ലിംഗ് നോഡിൽ നിന്നോ ആയിരിക്കും. ദെൻ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സിൻ്റെ കമ്പ്യൂട്ടേഷനാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എസ് ഡി ഡിയെ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെമാൻറ്റിക് റൂൾസ്, അതായത് അതിൻ്റെ ഗ്രാമറിൻ്റെ ഓരോ പ്രൊഡക്ഷനും അതിൻ്റെ സെമാൻറ്റിക് റൂൾസ് എഴുതണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അനോട്ടഡ് പാർസ് ട്രീ ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് ബോട്ടം അപ്പ് മാനറിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. ഇനി ആ റൂട്ട് നോഡിൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൊഡക്ഷനും അതിൻ്റെ സെമാൻറ്റിക് റൂൾസും. നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഓരോ പ്രൊഡക്ഷനും അതിൻ്റെ സെമാൻറ്റിക് റൂൾ എഴുതിയിരിക്കുന്നത് എസ് ഡി ഡി വെച്ചിട്ടാണ്, ഡോട്ട് വാൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് എഫ് ഗീവ്സ് ഡിജിറ്റ് എന്ന് പറയുന്നത് എടുക്കുമ്പോൾ മാത്രം ഡിജിറ്റ് ഡോട്ട് ലെക്സ് വാൽ എന്ന് എടുത്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ലെക്സിക്കൽ അനാലിസിസിൻ്റെ ഔട്ട്പുട്ടായിട്ട്, അതായത് ടോക്കൺ ആയിട്ടാണ് നമുക്ക് നമ്പേഴ്സൊക്കെ കിട്ടും, ഡിജിറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിജിറ്റ് ഡോട്ട് ലെക്സ് വാൽ എന്ന് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് എസ് ഡി ഡി ഓഫ് എ സിമ്പിൾ ഡെസ്ക് കാൽക്കുലേറ്റർ ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഒരു അനോട്ടഡ് പാർസ് ട്രീ, ഈ പറയുന്ന ഗ്രാമർ വെച്ചിട്ട് നമ്മളൊരു അനോട്ടഡ് പാർസ് ട്രീ ജനറേറ്റ് ചെയ്യാണ് ഫോർ ദ ഇൻപുട്ട് സ്ട്രിങ് 3 × 5 + 4n. അപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ബോട്ടം നോഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന പാർസ് ട്രീയുടെ ആട്രിബ്യൂട്ട്സ് എല്ലാം സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ്. അതായത് എൽ ഡോട്ട് വാൽ, ഇ ഡോട്ട് വാൽ, എഫ് ഡോട്ട് വാൽ, ഡിജിറ്റ് ഡോട്ട് ലെക്സ് വാൽ, ഇതെല്ലാം സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ലെക്സ് വാൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങും. ഡിജിറ്റ് ഡോട്ട് ലെക്സ് വാലിൽ 3 എടുക്കും, പിന്നെ ആ 3യെ നമ്മൾ എഫ് ഡോട്ട് വാലിലോട്ട് കൊടുക്കും, പിന്നെ അതിനെ ടി ഡോട്ട് വാലിലോട്ട് കൊടുക്കും. കാരണം ടി ഡോട്ട് എഫ്, ടി ഗീവ്സ് ടി ഡോട്ട് എഫ് എന്ന് പറയുന്നത്, ടി സ്റ്റാർ എഫ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ 3 സ്റ്റാർ 5 + 4n എന്നാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്തായാലും 3 സ്റ്റാർ 5 ആയിരിക്കും, പിന്നെയാണ് അത് +4 ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നമ്മൾ ടി സ്റ്റാർ എഫ് ചെയ്ത്, അപ്പോൾ നമുക്ക് 15, 3 × 5 15 കിട്ടി. പിന്നെ അതുപോലെ 4നെ നമ്മൾ എഫ് ഡോട്ട് വാല്യൂം ടി ഡോട്ട് വാല്യൂട്ടാക്കി. ഇനി നമുക്കൊരു എണ്ണം ഉണ്ടായിരുന്നു, ഇ ഗീസ് ഇ + ടി, ആ ഒരു ഫോമിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. എന്നിട്ട് ഫൈനൽ ഔട്ട്പുട്ട് പ്രൊഡക്ഷന് തന്ന എൽ ഗീസ് ഇ എന്നുള്ളതായിരുന്നു. എല്ലായിരുന്നു നമ്മുടെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റൂട്ട് നോഡിനോട്ട് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായ 19നെ കൊണ്ടുവന്നു. എൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എൻ മാർക്കറാണ്, അതുകൊണ്ട് അതിനെ കൂടെ അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് എന്താണ് അനോട്ടഡ് പാർസ് ട്രീ ഫോർ ദ ഇൻപുട്ട് സ്ട്രിങ് 3 × 5 + 4n. ഇനി ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിനെ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ സെമാൻറ്റിക് ആക്ഷൻസ് യൂസ് ചെയ്ത് SDD കൺസ്ട്രക്ട് ചെയ്യണം. പിന്നെ മറ്റതുപോലെ തന്നെ അനോട്ടഡ് പാർസ് ട്രീ ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് ആട്രിബ്യൂട്ട് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ടോപ്പ് ഡൗൺ മാനറിലാണ്. അപ്പോൾ നമ്മളിവിടെ അതിന് വേണ്ടിയിട്ടൊരു ഗ്രാമർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാമർ ഇത് ഞാൻ ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നതാണ്. എന്താണ് ഇൻഹെറിറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും T' വാല്യൂ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ സിബ്ലിംഗ് നോഡ്, അതായത് F.value നിന്ന്. ഇനി Tയുടെ വാല്യൂ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് T' സിന്തസൈസ്ഡ് വാല്യൂ നിന്ന്. കാരണം T' കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? T കാണാൻ പറ്റുള്ളൂ. അപ്പോൾ T' ഇവിടെ താഴെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് തന്നിട്ടുണ്ട്. എന്താണ് T1' is equal to T'.inheritance into F.val. അതെന്ന് പറയുന്നത് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുകയാണ്. T1-ൻ്റെത് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന പാരൻറ്റ് നോഡിൽ നിന്നും സിബ്ലിംഗ് നോഡിൽ നിന്നും. പിന്നെ T'.synthesize ചെയ്തിരിക്കുന്ന എവിടെയാണ്? T1'.synthesized. ഇനി T'.synthesized എവിടെ നിന്ന്? T'.inherited ആണ്. പിന്നെ F gives digit എന്ന് പറഞ്ഞാൽ F.val is equal to digit.lexval. അതെന്താണ്? സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് അനോട്ടഡ് പാർസ് ട്രീ 3 × 5 ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റാർ ഓപ്പറേഷൻ ഉള്ളതെന്ന് പറയുന്നത് T' is equal to star F'. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ F'നകത്തോട്ട് 3 കൊണ്ടുവരണം. 5 എവിടെ കൊണ്ടുവരണം? T'ക്കകത്തോട്ട് കൊണ്ടുവരണം. T'-നകത്തോട്ട് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് F.value കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ digit.lexval 3 കൊണ്ടുവന്നു. അതിനെ F.valനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച്. ഇനി അതുപോലെ digit.lexval ആയ 5 നമ്മളെടുത്തു. അതിനെ F.valലോട്ട് കൊടുത്തു. അപ്പോൾ അതെന്ന് പറയുന്നത് T' എന്താണ് പ്രൊഡക്ഷൻസ് ആണ്. അപ്പം സ്റ്റാർ F.value T1'. അവിടെ 2 ഉണ്ട്. ഇൻഹെറിറ്റൻറ്റും ഉണ്ട്, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടും ഉണ്ട്. അപ്പോൾ 2ൻ്റെയും വാല്യൂ 15 ആണ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ 15 എന്ന് പറയുന്ന വാല്യൂ, അതായത് ഈ 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ 15 കിട്ടുന്നത്. ആ 15 നമ്മൾ മുകളിലോട്ട് കൊണ്ടുവന്നു T.valueന് കൊടുത്തു. അതാണ് എന്താണ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. അതിൻ്റെ അനോട്ടഡ് പാർസ് ട്രീ ആണ് കണ്ടത്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ SDDയുടെ ഇവാലുവേഷൻ ഓർഡറാണ്. ഇപ്പോൾ SDD ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ ഇവാലുവേഷൻ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ആട്രിബ്യൂട്ട് വാല്യൂവും നമ്മൾ ആ കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യുമ്പോൾ അവൈലബിൾ ആയിരിക്കണം. എന്നാലേ നമുക്ക് SDD കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ SDD ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ SDDs ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി ഗ്രാഫാണ്. അനോട്ടഡ് പാർസ് ട്രീ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ കാണിക്കും. ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്ത് ചെയ്യും? ഈ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഡിറ്റർമിൻ ചെയ്യും. ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ പാർട്സ് ട്രീയുടെ ആട്രിബ്യൂട്ട് ഇൻസ്റ്റൻസസിൻ്റെ ഇൻഫർമേഷൻ ഫ്ലോ ഡെപിക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഡിപ്പെൻഡൻസി ഗ്രാഫ്. ഒരു ആട്രിബ്യൂട്ട് ഇൻസ്റ്റൻസിൽ നിന്ന് വേറൊരു ആട്രിബ്യൂട്ട് ഇൻസ്റ്റൻസിലോട്ട് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ദ വാല്യൂ ഓഫ് ദ ഫസ്റ്റ്, ആദ്യത്തതിൻ്റെ വാല്യൂ നമ്മൾ സെക്കൻഡിന് മുന്നേ കമ്പ്യൂട്ട് ചെയ്യണമെന്നാണ്. ഇനി എഡ്ജസ് ഓരോ സെമാൻറ്റിക് റൂൾസ് ഇംപ്ലൈ ചെയ്യുന്ന കൺസ്ട്രൈൻസ് എക്സ്പ്രസ് ചെയ്യും. പിന്നെ ഓരോ ആട്രിബ്യൂട്ടിനും ഓരോ നോഡ് കാണും. ഇപ്പോൾ ഒരു B എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് C എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്താൽ എന്താണ് C എന്ന് Bയിലോട്ട് ഒരു എന്ത് കാണും? നോഡ് കാണും. അപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്ഷൻ റൂള് E gives E1 + T. അതിനെ നമ്മൾ സെമാൻറ്റിക് റൂൾ വെച്ച് ചെയ്യുന്നത് E.val = E1.val + T.val. അതിൻ്റെ കറസ്പോണ്ടിങ് ഡിപ്പെൻഡൻസി ഗ്രാഫ് ഇങ്ങനെയാണ്. ആ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് അതിൻ്റെ അനോട്ടഡ് പാർസ് ട്രീയും, സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത് എന്താണ്? സ്ട്രോങ് ലൈൻ കാണിക്കുന്നത് അതിൻ്റെ ഡിപ്പെൻഡൻസി ഗ്രാഫാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും E1.valയും T.valയും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? E.valനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതായത് E.val കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പേ E1.valയും T.valയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഡിപ്പെൻഡൻസി ഗ്രാഫ് പിന്നെ ഒരു പർട്ടിക്കുലർ പാർട്സ് ട്രീയുടെ നോട്ട്സിൻ്റെ ആട്രിബ്യൂട്ട്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഓർഡർ ക്യാരക്ടറൈസ് ചെയ്യും. ഇപ്പം M എന്ന് പറയുന്ന എഡ്ജിൽ നിന്ന് N എന്ന് പറയുന്ന എഡ്ജിലോട്ട് ഒരു ഡിപ്പെൻഡൻസി ഗ്രാഫ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പെൻഡൻസി ഗ്രാഫിൽ ഒരു എഡ്ജ് ഉണ്ടെന്ന് വെച്ചോ. M എന്ന് Nലോട്ട്, M എന്ന് പറയുന്ന നോഡിൽ നിന്ന് M എന്ന് പറയുന്ന നോഡിൽ നിന്നും N എന്ന് പറയുന്ന ഒരു നോഡിലോട്ട് ഉണ്ടെന്ന് വെച്ചോ.
അങ്ങനെയാണെങ്കിൽ എന്താണ്, എം എന്ന് പറയുന്ന നോഡിലുള്ള ആട്രിബ്യൂട്ട് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം എൻ ചെയ്യാൻ. അപ്പം അങ്ങനെയാണ് ഓർഡർ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഓർഡറിങ് ഒരു ഡയറക്റ്റഡ് ഗ്രാഫിന് ലീനിയർ ഓർഡറിൽ എംബഡ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ ടോപ്പോളജിക്കൽ സോർട്ട് ഓഫ് എ ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഗ്രാഫിൽ എന്തെങ്കിലും ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അതിനെ ടോപ്പോളജിക്കൽ സോർട്ട് ഉണ്ടാവത്തില്ല. അതായത് നമ്മൾ ആ പാർട്സ് ട്രീയിൽ SDD നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സൈക്കിളൊന്നും ഇല്ലെങ്കിൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പോളജിക്കൽ സോർട്ടെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടില്ല, ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിനെ കണ്ട സെയിം ഗ്രാമറാണ് നമ്മളിവിടെ കാണുന്നത്. അത് വെച്ചിട്ട് അതിൻ്റെ ഡിപ്പെൻഡൻസി ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ഇതിനകത്ത് പറയുന്ന വേറൊന്നുമില്ല, ശരിക്കും ആ ഡോട്ടഡ് ലൈൻ നമ്മൾ നേരത്തെ കണ്ട അനോട്ടഡ് പാർട്സ് ട്രീ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലോയാണ് കാണിച്ചിരിക്കുന്നത്, അതാണ് ഡിപ്പെൻഡൻസി ഗ്രാഫ്. അത് സ്ട്രോങ് ലൈനകത്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഡിജിറ്റ് 1 ലെക്സ് വാൽ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ 4 3 × 4 കണ്ടോ. എന്നിട്ട് ഈ പറയുന്ന 3യെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അതും ഈ 4ഉം കൂടെ നമ്മൾ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് അതിനെ T' സിന്തസൈസ് ചെയ്യും. ആ സിന്തസൈസ് ചെയ്തതിനെ തന്നെ നമ്മൾ മുകളിൽ T' സിന്തസൈസ് ചെയ്ത് T ഡോട്ട് വാല്യൂലോട്ട് കൊടുക്കും. ഈ 1 2 3 എന്ന് എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് നമ്പറാണ്, അല്ലാതെ വാല്യൂസ് അല്ല. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇനി നമുക്ക് S ആട്രിബ്യൂട്ടും L ആട്രിബ്യൂട്ടും ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ നോക്കാം.